മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2025 ഏപ്രിൽ 30 ബുധൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് സാധിക്കേണ്ടത് അതിർത്തിക്കപ്പുറത്തുനിന്ന് സ്പോൺസർ ചെയ്യപ്പെടുന്നതോ ആസൂത്രണം ചെയ്യപ്പെടുന്നതോ ആയ ഭീകരകൃത്യങ്ങളുടെ വാതിലും പഴുതും എന്നേക്കുമായി അടച്ചുകളയുക എന്നതാണ് എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വേണ്ടത് സമാധാനം, ഭീകരതയിൽ നിന്ന് മുക്തി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22 സിവിലിയന്മാരായ വിനോദസഞ്ചാരികളുടെയും സന്ദർശകരുടെയും നേരെ നടന്ന പൈശാചികാക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിക്കാത്തവരായി ഈ രാജ്യത്തെന്നല്ല പരിഷ്കൃത മനുഷ്യ സമൂഹത്തിൽ തന്നെ ആരുമുണ്ടാവില്ല. 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരകൃത്യത്തെ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയും ഒടുവിൽ അസന്നിഗ്ധമായി അപലപിച്ചിട്ടുണ്ട്. ഈ ഘോരകൃത്യത്തിലെ പങ്കാളികളും ഉത്തരവാദികളും സംഘാടകരും സഹായം ചെയ്തവരുമായ എല്ലാവരെയും പിടികൂടി നീതി നടപ്പാക്കണം എന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള 15 അംഗ സുരക്ഷാ സമിതി ആവശ്യപ്പെടുന്നു. ഇരകളുടെ കുടുംബാംഗങ്ങളോടും ഇന്ത്യ, നേപ്പാൾ സർക്കാരുകളോടും അഗാധമായ അനുഭാവവും അനുശോചനവും രേഖപ്പെടുത്തിയ സുരക്ഷാ സമിതി പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്. എവിടെ, ആർ, എപ്പോൾ നടത്തിയാലും ഏത് ഭീകരകൃത്യവും കുറ്റകരവും നീതീകരിക്കാനാവാത്തതുമാണ് എന്ന് ഓർമ്മിപ്പിച്ച സുരക്ഷാ സമിതി UN ചാർട്ടറും അന്താരാഷ്ട്ര നിയമങ്ങളും മാനിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകകൂടി ചെയ്യുന്നു. തീർച്ചയായും UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഇടപെടലും പഹൽഗാം ഭീകരാക്രമണത്തെ കരുതിവെപ്പില്ലാതെ അപലപിച്ച നടപടിയും ഇന്ത്യൻ ജനതയുടെയും സർക്കാരിൻ്റെയും ഒറ്റക്കെട്ടായ പ്രതിഷേധത്തിൻ്റെ ഫലമാണ് എന്ന് വിലയിരുത്തുന്നതിൽ തെറ്റില്ല. നിരായുധരും നിസ്സഹായരുമായ സിവിലിയന്മാരെ ഓർക്കാപ്പുറത്ത് ചാടി വീണ് വംശീയാടിസ്ഥാനത്തിൽ വേർതിരിച്ചു നിർത്തി വെടിയുണ്ടകൾക്കിരയാക്കാൻ പ്ലാൻ ചെയ്തവരും മതിയായ ആസൂത്രണത്തോടെ ഘോരകൃത്യം നടപ്പാക്കിയവരും പ്രൊഫഷണൽ ഭീകര സംഘങ്ങളുടെ ഭാഗമാണ് എന്നേ സാമാന്യ ബുദ്ധികൾക്ക് കരുതാനാവൂ. അതാവട്ടെ പതിറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യം നേരിടുന്ന അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള സുരക്ഷാ ഭീഷണിയുടെ തുടർച്ചയുമാണ്. കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ലഷ്കർ എ തൊയ്യബയുടെ തന്നെ ഉൽപ്പന്നമായ TRFനെ പേരെടുത്തു പറയാൻ UN രക്ഷാസമിതി തയ്യാറാവാത്തതിൽ സ്വാഭാവികമായും ഇന്ത്യക്ക് പരിഭവമുണ്ട്. നിലവിൽ പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസിലിലെ താൽക്കാലികാംഗമാണ് എന്നതും ആ രാജ്യത്തെ പിണക്കാൻ വീറ്റോ അധികാരമുള്ള ശക്തികൾക്ക് പ്രയാസമുണ്ട് എന്നതുമാവാം ഇതിനുള്ള കാരണം. ഭീകര സംഘടനകളുടെ നിരന്തരമായ വിളയാട്ടം ആഭ്യന്തരമായി തന്നെ സ്ഥിരം തലവേദനയായ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക, വംശീയ, രാഷ്ട്രീയ കാരണങ്ങളാൽ സുസംഘടിത ഭീകര പ്രസ്ഥാനങ്ങളെയും ഗ്രൂപ്പുകളെയും ഒതുക്കുക എളുപ്പമല്ല എന്ന് ഇതപര്യന്തമുള്ള അനുഭവങ്ങൾ തെളിയിച്ചതാണ്. രാഷ്ട്രത്തിൻ്റെ ജനനം മുതൽ കൊണ്ടു നടക്കുന്ന കാശ്മീർ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരം തേടാൻ പാകിസ്ഥാനെ നാളിതുവരെ ഭരിച്ചവർക്കാർക്കും സാധിക്കാതിരുന്നതും അതുകൊണ്ടാവാം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് സാധിക്കേണ്ടത് അതിർത്തിക്കപ്പുറത്തു നിന്നും സ്പോൺസർ ചെയ്യപ്പെടുന്നതോ ആസൂത്രണം ചെയ്യപ്പെടുന്നതോ ആയ ഭീകരകൃത്യങ്ങളുടെ വാതിലും പഴുതും എന്നേക്കുമായി അടച്ചുകളയുക എന്നതാണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ച് സംസ്ഥാന പദവി റദ്ദാക്കി കേന്ദ്രം നേരിട്ട് ഭരിക്കാൻ ആരംഭിച്ച് 5 വർഷക്കാലത്തിന് ശേഷമാണ് അവിടെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ കോടതിക്ക് ഉറപ്പ് നൽകിയ സമ്പൂർണ്ണ സംസ്ഥാന പദവി ഇതുവരെ പുനഃസ്ഥാപിച്ചില്ല. അതിൻ്റെ ലളിതമായ അർത്ഥം എല്ലാവിധ കരുതലോടെയും സന്നാഹങ്ങളോടെയും കേന്ദ്ര സർക്കാരാണ് ഭരണം ഫലത്തിൽ കൊണ്ടു നടത്തുന്നത് എന്നു തന്നെ. കാശ്മീരിലെല്ലാം ശാന്തമാണ് എന്നും ഭീകരരെയും വിഘടനവാദികളെയും നിശേഷം തുരത്തി സമാധാനം പുനഃസ്ഥാപിച്ചുവെന്നും രാജ്യത്തിന് നൽകിയ ഉറപ്പിൽ വിശ്വസിച്ചാണ് നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയതും. പഹൽഗാം സംഭവം ആ വിശ്വാസത്തെയും പ്രതീക്ഷയെയുമാണ് അപ്പടി തകർത്തു കളഞ്ഞിരിക്കുന്നത് എന്ന് സമ്മതിച്ചേ തീരൂ. അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ വിചാരണ ചെയ്യാനല്ല, എത്രയും പെട്ടെന്ന് ഭീകരതയുടെ വേരറുക്കാനും സമാധാനവും സ്വൈര്യ ജീവിതവും പുനഃസ്ഥാപിക്കാനുമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്ന ആവശ്യം. വീണ്ടും ഒരു യുദ്ധത്തിലൂടെ ഭീഷണി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നവരുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ ഉത്തമ ഗുണകാംക്ഷികളും സഹകാരികളുമെന്ന് മോദി സർക്കാർ വിശ്വസിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയോ പുട്ടിൻ്റെ റഷ്യയോ പോലും സൈനിക നടപടിക്ക് പച്ചക്കൊടി കാട്ടുന്നില്ല.
ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് രാഷ്ട്രാന്തരീയ തലത്തിൽ ഉയരുന്ന ആവശ്യം. അതേസമയം ഭീകരാക്രമണ ഭീഷണിയുടെ നിഴലിൽ ഒരു നിമിഷവും ഈ രാജ്യത്തിന് മുന്നോട്ടു പോകാനുമാവില്ല. എല്ലാം പരിശോധിച്ചും പരിഗണിച്ചും വിവേകപൂർണമായ ഒരു തീരുമാനത്തിലെത്താൻ സർക്കാരിന് സാധിക്കണം. രാജ്യം ഒറ്റക്കെട്ടായി ആ തീരുമാനത്തോടൊപ്പം നിൽക്കുകയും വേണം.